നമ്മുടെ കണ്ണിലുണ്ണിയായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മരണം ഒഴിവാക്കിയില്ല. പറയുമ്പോൾ നമ്മുടെ മനസ്സ് തുടിക്കുന്നു, മനസ്സിന് ഇടിപ്പുണ്ടാകുന്നു, നൊമ്പരമുണ്ടാകുന്നു. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി. ഈ ഭൂമി അതിന്റെ ഐശ്വര്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്പമെങ്കിലും ദീർഘിപ്പിക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അനന്തമായ ലോകത്തിന്റെ അനശ്വരമായ സുഖങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും നൽകേണ്ടിയിരുന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. പക്ഷെ തങ്ങൾക്കും അള്ളാഹു ആ സ്വാതന്ത്ര്യം നൽകിയില്ല. 63-ാമത്തെ വയസ്സെത്തിയപ്പോൾ ഒരു തിങ്കളാഴ്ചയുടെ അസ്തമയം ലോകത്തെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു. അത് അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ പര്യാവസാനവുമായിരുന്നു. فإن افتقادي فاطما بعد أحمدي دليل على ألا يدوم خليل. فإن افتقادي فاطما بعد أحمدي دليل على ألا يدوم خليل. അലി ഇബ്നു അബി താലിബ് പറഞ്ഞു, فإن افتقادي فاطمة, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ നഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. ബഅദ അഹ്മദി, അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. അല അല്ലാ യദൂമ ഖലീലു, ഇനി ഭൂമിയിൽ ഒരു സുഹൃത്തും ഒരാൾക്കും ബാക്കിയാവുകയില്ല എന്ന സത്യം ഞാൻ ബോധ്യപ്പെട്ടു. കാരണം എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വേർപിരിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അലി ഇബ്നു അബി താലിബിന് മാത്രമല്ല മഹാനായ സിദ്ദീഖുൽ അക്ബറിനും ഉമർ ഇബ്നുൽ ഖത്താബിനും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ബാക്കിയുള്ള സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈനും ആ മഹാത്മാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം സങ്കല്പിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു. തങ്ങളുടെ മേനിയുടെ ശേഷിയൊക്കെ ചോർന്നുപോയി. തങ്ങളുടെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെടാൻ തുടങ്ങി. 13 ദിവസക്കാലത്തോളം മഹദി ആയിഷയുടെ വീട്ടിൽ രോഗം ബാധിച്ച മേനിയുമായി തളർന്നു കിടന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് പറയുന്നുണ്ട് എല്ലാവരും. അല്ല, ഉറക്കാണോ? ഞാനിവിടുന്ന് ഇങ്ങനെ സംസാരിച്ച് ക്ഷീണിക്കുക, നിങ്ങളിരുന്ന് ഉറങ്ങുക, അത് ശരിയല്ല. സലാത്ത് പറയും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം കേൾക്കുമ്പോൾ സലാത്ത് പറയൽ ചില ഉലമാഇന്റെ അഭിപ്രായത്തിൽ വാജിബാണ്, നിർബന്ധമാണ്. തങ്ങളുടെ നാമം കേട്ടിട്ട് സലാത്ത് പറയാത്തവനാണ് ഏറ്റവും വലിയ ബഖീൽ. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലൈഹി. അത് പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. മൻ സല്ല അലയ്യ സല്ലല്ലാഹു അലൈഹി അശറ. ഒരു സലാത്ത് നമ്മൾ പറയുമ്പോൾ അല്ലാഹു നമ്മുടെ മേൽ 10 സലാത്ത് പറയും. പ്രതിഫലം കിട്ടുന്നു, മുഹബ്ബത്ത് വർദ്ധിക്കുന്നു, നബിതങ്ങളോടുള്ള സ്നേഹം ഇത്തിബായിലേക്ക് നമ്മളെ നയിക്കുന്നു. നാളെ പരലോകത്ത് തങ്ങളുടെ ശഫാഅത്തിന് നമ്മളെ അർഹരാക്കുന്നു. ഖുർആനിന്റെ ഒരു കൽപ്പന നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. അതിലുപരിയായി നമ്മുടെ സദസ്സിൽ ഒരു ഉണർവുണ്ടാകുന്നു. എല്ലാ നിലയിലും പ്രയോജനപ്രദമായ നമ്മളുടെ ഈ കർമ്മത്തെ നമ്മൾ അവഗണിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ പേര് കേൾക്കുമ്പോൾ സലാത്ത് പറയുക. അള്ളാഹു വേണ്ടതുപോലെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം ബാധിച്ച് ബീവി ആയിഷയുടെ ഭവനത്തിൽ കിടക്കുകയാണ്. സഹാബാക്കളായ മഹത്തുക്കളൊക്കെ പള്ളിയിൽ ഒരുമിച്ച് കൂടി. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുഃഖം അരങ്ങേറുകയാണ്. അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണവേദന അനുഭവിച്ചു തുടങ്ങി. തങ്ങളുടെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, തങ്ങളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, വേദന അസഹ്യമായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവറുകളോട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളത്തിൽ അവിടുത്തെ കരങ്ങൾ മുക്കി മുഖത്ത് തടകി. ഒരൽപ്പം ആശ്വാസത്തിന് വേണ്ടി വിയർപ്പ് കണങ്ങളെ തഴുകി മാറ്റി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഇങ്ങനെ തടകിക്കൊണ്ടേയിരുന്നു. പിന്നീട് തങ്ങളുടെ ആ കൈ ചലിക്കാതെയായി, ഉയരാതെയായി, പൊന്താതെയായി. ബീബി ആയിഷയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കൈ വെള്ളത്തിൽ മുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഇങ്ങനെ തടകി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം കലശലായപ്പോൾ ബോധക്ഷയമുണ്ടായി, തങ്ങൾക്ക് ഓർമ്മക്കേടുണ്ടായി.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മക്കേട് കുടുംബത്തെ പൊട്ടിക്കരയിപ്പിച്ചു. കുടുംബത്തിന്റെ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോൾ പുറത്ത് പള്ളിയിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന സഹാബാക്കളുടെ നിയന്ത്രണം വിട്ടു. സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പൊട്ടിക്കരച്ചിൽ കേട്ടുകൊണ്ട് അല്പം മോഹാലസ്യത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. തങ്ങൾ അടുത്തിരുന്ന ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, എന്താണൊരു ശബ്ദം കേൾക്കുന്നത് പുറത്ത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ അവர்கள் കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് അങ്ങയുടെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ കരച്ചിലിന്റെ ആരവമാണ്, ശബ്ദമാണ്. എന്താണ് ഫാത്തിമ അവർ കരയുന്നത്? മറ്റൊന്നുമല്ല നബിയെ, അങ്ങ് ബോധക്ഷയനായി വീണപ്പോൾ അങ്ങയുടെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളാണോ എന്ന തിരിച്ചറിവ് അവരുടെ മനസ്സിന്റെ നിയന്ത്രണം ഇല്ലാതെയാക്കി. അങ്ങയുടെ വിയോഗത്തിലുള്ള ദുഃഖം സഹിക്കവയ്യാതെ അവർ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയുന്നില്ലെങ്കിലും എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ആളുകളുടെ സഹായത്തോടെ തങ്ങൾ എഴുന്നേറ്റിരുന്നു. തങ്ങൾ പറഞ്ഞു, എന്റെ ശരീരത്തിൽ പനിയുടെ ശക്തി കുറയാൻ അല്പം വെള്ളം തുടർച്ചയായി ഒഴിക്കുക. 7 കുടം വെള്ളം നിങ്ങൾ എന്റെ ശരീരത്തിൽ ഒഴിക്കുക. പനിയുടെ ശക്തി അല്പം കുറയട്ടെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ കണ്ണുകൊണ്ടൊന്ന് കാണട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ പ്രകടിപ്പിച്ചു. നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം തങ്ങൾ എഴുന്നേൽപ്പിച്ചിരുത്തി തങ്ങളുടെ മേനിയിൽ 7 കുടത്തോളം വെള്ളം ശക്തിയായി ഒഴിച്ചു. തങ്ങളുടെ പനിയുടെ ചൂടും കാഠിന്യവും അല്പം കുറഞ്ഞു. തങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. 2 സഹോദരങ്ങളുടെ സഹായത്തോടെ അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് കാല് താഴെ കിടന്നെഴഞ്ഞുകൊണ്ട് അല്പപ്രാണനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. സഹാബാക്കൾ വെപ്രാളത്തോടെ ശബ്ദകോലാഹലങ്ങളുമായി അവിടുത്തെ വരവിനെ വരവേറ്റു. സ്നേഹത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്റെ താഴെ ഇരുന്നു. ചുരുക്കി പറയട്ടെ, നബി തങ്ങൾ അവസാനമായ ഭാഷണം പോലെ സഹാബത്തിനോട് ചില വാക്കുകൾ ഉരിയാടി. ഒരു യാത്ര പറയുന്നവൻ യാത്ര ചോദിക്കുന്നത് പോലെ സഹാബത്തിന്റെ ദുഃഖം വർദ്ധിച്ചു. ചുരുക്കി പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാഷണത്തിന് ശേഷം തങ്ങളുടെ ചാക്കിന്റെ വിരിമാറ്റി ബീവി ആയിഷയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തവരെ പോലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അവസാനത്തെ സംഭാഷണവും അവസാനത്തെ സഹവാസവും അവർക്ക് നൽകിയ സായുജ്യം അയവിറക്കിക്കൊണ്ട് സഹാബാക്കൾ ഊണില്ലാതെ, ഉറക്കമില്ലാതെ, വീടില്ലാതെ, കൂടില്ലാതെ പള്ളിയിൽ തന്നെ തമ്പടിച്ചു. പിന്നെ ചില്ലറ മണിക്കൂറുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു ദിവസമോ അര ദിവസമോ പിന്നിട്ടപ്പോൾ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവர்கள் ഇഖാമത്തിന്റെ സമയത്ത് ബാങ്ക് വിളിക്ക് ശേഷം ആളുകൾ അണിനിരന്ന് നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പുറപ്പെടുവിക്കേണ്ട ശബ്ദമായി ഇഖാമത്ത് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി അനുമതി തേടിക്കൊണ്ട് അവരുടെ നേതാവിനെ സമീപിച്ചു. വീട്ടിന്റെ ഉള്ളിലേക്ക് മുഖമിട്ടുകൊണ്ട്, യാ റസൂലല്ലാഹ്, ഇഖാമത്തിന്റെ നേരമായി, തങ്ങൾ വന്നാലും അല്ലെങ്കിൽ തങ്ങൾ അനുമതി നൽകിയാലും എന്ന് വിളിച്ചു പറഞ്ഞു. മഹദി ആയിഷയും മഹദി ഫാത്തിമയും ഉള്ളിൽ നിന്നും മറുപടിയായി ഇങ്ങനൊരു ശബ്ദം നൽകി, ഇല്ല, ഇനി നിങ്ങളുടെ റസൂൽ വരികയില്ല, ഇനി നിങ്ങളുടെ റസൂൽ പുറത്തേക്ക് വരികയില്ല. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവர்கள் ഇഖാമത്തിന്റെ അനുമതി തേടിക്കൊണ്ട് തങ്ങളെ ആനയിക്കുന്നതിന് വേണ്ടി ആയിഷയുടെ വീട്ടിന്റെ പടിവാതിലിൽ പോയി നിന്നുകൊണ്ട് വിളിക്കുന്നതായി സഹാബത്ത് കാണുന്നു. തൽക്ഷണം മഹാനായ ബിലാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്തേക്ക് വരുന്നതിന് പകരം പള്ളിയുടെ വെളിയിലേക്ക്, കമ്പോളത്തിലേക്ക് പാഞ്ഞോടുന്നതായി സഹാബാക്കൾ കാണുന്നു. ബിലാലിന് എന്ത് പറ്റി? ആളുകൾ എല്ലാവരും പിന്നാലെ പാഞ്ഞുകൂടി. ബിലാൽ എന്ത് പറ്റി? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നിങ്ങളുടെ റസൂലിന് പുറത്തേക്ക് വരികയില്ല, നിങ്ങളുടെ റസൂൽ ഇനി പുറത്തേക്ക് വരികയില്ല. സഹാബാക്കളുടെ നിയന്ത്രണം വിട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ സഹാബാക്കൾ ആദ്യമായി നമസ്കാരത്തിന്റെ ഇഖാമത്തിന്റെ ശബ്ദം ശ്രവിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. അവരുടെ ദുഃഖം അണപൊട്ടുന്നു, അവരുടെ ദുഃഖം അതിര് കവിയുകയും ചെയ്യുന്നു. കാരണം മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാറുള്ള ഞങ്ങളുടെ മഹാനായ നേതാവ് ഇന്ന് ഞങ്ങളുടെ മുമ്പിലില്ല, ഞങ്ങളുടെ കണ്ണിലുണ്ണി ഞങ്ങളുടെ മുമ്പിലില്ല. പ്രിയമുള്ളവരെ, ഈ നിലയിൽ സഹാബത്തിന്റെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആളുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ സത്യത്തെ ദുഃഖത്തോടുകൂടി സഹിക്കുകയാണ് ചെയ്യുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் ഈ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു അരയിലുണ്ടായിരുന്ന വാള് കയ്യിൽ ഊരി
ഊരിപ്പിടിച്ചുകൊണ്ട് ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഉമറിന്റെ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങളിൽ പലരുടെയും കരച്ചിലും ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നാണ് നിങ്ങൾ പലരും വിളിച്ചു പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ വാള് ഉമറിന്റെ വാളാണ്, മൂർച്ചയുള്ള വാളാണ്. വീരശൂര പരാക്രമിയായ ഉമറിന്റെ കയ്യിലെ ഈ വാളെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ആരെങ്കിലും എന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ കൊയ്തു കളയും, അവന്റെ തല ഞാൻ കൊയ്തു കളയും. ഉമർ റളിയല്ലാഹു അൻഹു അവറുകൾ ദേഷ്യത്തോടെ കോപാകുലനായി നിയന്ത്രണം വിട്ടുകൊണ്ട് ആക്രോശിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവറുകൾക്ക് രംഗത്തിന്റെ വഷളത്തരം മനസ്സിലായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ ആരോടും ഒന്നും ഉരിയാടാതെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ആയിഷ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട പുത്രിയുടെ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. വളർന്നു കടന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ശരീരത്തിന്റെ പരിസരത്തെത്തി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് മൂടിയിട്ടിരുന്ന വെളുത്ത തുണി അല്പം ഒന്ന് ഉയർത്തി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ ഞാൻ ചില ചുംബനങ്ങൾ അർപ്പിച്ചു. അവസാനമായി ആ പ്രിയപ്പെട്ട സഹോദരൻ അർപ്പിക്കുന്ന ചുംബനം പണ്ട് ഹിജ്റയുടെ വേളയിൽ സ്വന്തം നാട്ടുകാരെ ആട്ടിപ്പായിച്ചപ്പോൾ ആരോടും ഒരു അക്രമവും ചെയ്യാത്ത സാദിഖുൽ അമീനായ സത്യസന്ധനായ സാധുക്കളുടെ അത്താണിയായ പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് പാതിരാത്രിയുടെ ഇരുളിൽ റോഡുകളില്ലാത്ത മലഞ്ചെരുവിലൂടെ നടന്നു നീങ്ങി ഹിജ്റയുടെ നാളിൽ അന്ന് വാറു സൗർ എന്ന് പറയുന്ന ഗുഹയുടെ ഉള്ളിൽ അഭയം പ്രാപിച്ചു. നടന്ന് ക്ഷീണിച്ച മേനിയുമായി തളർന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരൻ, സ്നേഹിതൻ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കത്തിന് തടസ്സം വരാതിരിക്കാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന്റെ മടിയിലേക്ക് ആ ശിരസ് പിടിച്ചു വെച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിൽ ക്ഷീണം ബാധിച്ച മേനിയുമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നുറങ്ങുകയാണ്. നമ്മൾ പണ്ട് പാട്ടുപാടി മലബാറിലെ മാപ്പിളപ്പാട്ടുകളുടെ വരികളിൽ കേട്ടിട്ടുള്ളത് പോലെ ആ ഗുഹയിൽ അങ്ങിങ്ങായി കാണുന്ന ശുശിരങ്ങളൊക്കെ ഓരോരോ കല്ലിന്റെ കഷ്ണങ്ങളെ കൊണ്ട് അടച്ചു വെച്ചു. ഏതെങ്കിലും ഇഴജന്തുക്കൾ പാറി വരാതെ, ഇഴജന്തുക്കൾ ഇഴഞ്ഞു വരാതെ, എന്നെയും എന്റെ നബിയെയും കടിച്ച് പരിക്കേൽപ്പിക്കാതെ. ഒടുവിൽ ഒരു ശുശിരം അടയ്ക്കാൻ കല്ലിന്റെ കഷ്ണം കിട്ടിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവറുകൾ അദ്ദേഹത്തിന്റെ തള്ളവിരൽ കൊണ്ട് ആ ഒരു ദ്വാരത്തെ അടച്ചു പിടിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബറിന്റെ കാലിൽ മൂർഖൻ പാമ്പ് ഒന്നുടൻ കാലിൽ കടിക്കുന്നു. നബിയെ ഉണർത്തിയില്ല. വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു കൊത്തുന്നു. വിഷജീവി തന്റെ കാലിൽ കൊത്തിയപ്പോഴുള്ള ആ വേദന താങ്ങവയ്യാതെ, സഹിക്കവയ്യാതെ, നബിയുടെ ക്ഷീണം അകറ്റുന്ന ആ ഉറക്കത്തിന് തടസ്സം വരാതെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി അറിയാതെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ കരച്ചിലിൽ അദ്ദേഹത്തിന്റെ കവിൾ തടങ്ങളിലൂടെ ഒഴുകി വീണ ആ കണ്ണുനീരിന്റെ തുള്ളികൾ ഉറങ്ങിക്കടന്നിരുന്ന മുത്തായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ വീണു. തങ്ങൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. സിദ്ദീഖുൽ അക്ബറെ, എന്താണ് നിങ്ങൾ കരയുന്നത്? എന്താണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മടിയോടുകൂടി മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കാലിൽ ഇങ്ങനെ മൂർഖൻ കടിച്ചു, പാമ്പ് കടിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ പാട്ടിൽ, ആ ചരിത്രത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ മടിയിൽ ഉറങ്ങിയിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി തന്റെ കാലിൽ കടിയേറ്റ പാമ്പിന്റെ വേദന, അല്ലെങ്കിൽ പാമ്പിന്റെ കടിയുടെ വേദന സഹിച്ചു. ആ സഹിച്ച വേദന എനിക്ക് കടിച്ചിറക്കാൻ സാധിച്ചു. ഇന്ന് അങ്ങയുടെ മുഖത്ത് ഞാൻ മുത്തമിടുകയാണ്. ഇതെന്നേക്കുമായുള്ള യാത്ര പറയലാണ്. അന്ന് എന്റെ കാലിൽ കടിച്ച മൂർഖൻ പാമ്പിന്റെ വേദനയെക്കാളും വലിയ വേദന ഞാൻ കടിച്ചിറക്കുകയാണ്. താങ്ങാനാകാത്ത വേദന. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് ചുംബിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സത്യം മനസ്സിലാക്കി. ആക്രോശിച്ചുകൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഉമറിന്റെ തോളിൽ തട്ടി, യാ ഉമർ, ഞാൻ പറയുന്നത് കേൾക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിൽ ഒരു വചനം പാരായണം ചെയ്തു. മാ കാന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകർ മാത്രമാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. അള്ളാഹു പറയുന്ന വചനം ഓതി കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യഭരിതനായി അത് ശ്രവിച്ചു കൊണ്ടുവന്നു.
വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അല്ലാഹു പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇതിനു മുമ്പ് മറ്റു പല റസൂലുകളും കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും, എന്താ ആ റസൂൽ വഫാത്തായാൽ, ആ റസൂൽ ഷഹാദത്ത് വരിച്ചാൽ, കൊല ചെയ്യപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കാലുകളിൽ പുറകോട്ട് പോകുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തെ ഓതി കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവர்கள் പറയുന്ന, ഒരു കൊച്ചുകുട്ടി പിതാവിന്റെ ശകാരത്തിന്റെ മുമ്പിൽ ഇരുന്നു പോകുന്നത് പോലെ ഞാനെല്ലാം മറന്നുകൊണ്ട് തളർന്നുകൊണ്ട് അബൂബക്കറിന്റെയും